ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ക്യാൻവാസിൽ എങ്ങനെയാണ് ഡെക്കോപ്പേജ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് ബിഗിനേഴ്സിനായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ക്യാൻവാസിൽ ഡെക്കോപ്പേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയെന്ന് നോക്കാം. ക്യാൻവാസ് വേണം. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ക്യാൻവാസിൽ മാത്രമല്ല ഏത് സർഫേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും വുഡുമ്മ ചെയ്യാം, ഗ്ലാസ്സുമ്മ ചെയ്യാം, ബോട്ടിലിൽ ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഏത് സർഫേസിൽ വേണമെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാം. ഇന്ന് ക്യാൻവാസിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇനി നമുക്ക് ക്യാൻവാസിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്യാൻവാസ് വേണം. പിന്നെ വേണ്ടത് മോഡ് പോഡ്ജാണ്. മോഡ് പോഡ്ജ് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ സാധാരണ ഗ്ലൂവും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ മോഡ് പോഡ്ജ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് മോഡ് പോഡ്ജ് വാങ്ങിക്കാൻ കിട്ടും കടയിൽ നിന്ന്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന മോഡ് പോഡ്ജാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഉണ്ടാക്കിയ മോഡ് പോഡ്ജിൽ വാർണിഷൊന്നും വരുന്നില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന മോഡ് പോഡ്ജ് ആണെങ്കിൽ അതിൽ വിത്ത് വാർണിഷായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മോഡ് പോഡ്ജ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാർണിഷ് അടിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. വളരെ ഈസി ആയിട്ടത് മോഡ് പോഡ്ജ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മോഡ് പോഡ്ജാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. മോഡ് പോഡ്ജ് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പ്രിൻറ്റഡ് ടിഷ്യൂ പേപ്പറാണ്. ഇതുപോലത്തെ ടിഷ്യൂ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് മാഗസീനുകളിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പിക്ചറൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാനിതിൽ ഇപ്പം ഈ ഒരു ചിത്രത്തിൽ ഇതൊക്കെ ഞാൻ മാഗസീനുകളിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഒരു മാഗസീനുകളിൽ നിന്നിട്ടുള്ളതാണ്. നമ്മുടെ ന്യൂസ് പേപ്പറിൽ നിന്ന് മാഗസീനിൽ നിന്നൊക്കെ ഈ ബട്ടർഫ്ലൈ ഒക്കെ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ നിർബന്ധമല്ല. ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ടിഷ്യൂ പേപ്പറാണ് ഏറ്റവും നല്ലത്. ശരിക്കും ക്യാൻവാസിൽ നല്ല ഒരു എഫക്റ്റ് കിട്ടും. മാഗസീനിൽ നിന്നായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം ഞാനിത് കളർ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കളർ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചെയ്യാണ്ട് ഡയറക്റ്റ് അതിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കളർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഞാൻ ആക്രിലിക് കളേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാനത് ചെയ്യാൻ പോണത്. അപ്പം ഞാനിവിടെ യെല്ലോയും ഗ്രീനുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പം ഞാനിത് സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാനിത് കളർ ചെയ്യാൻ പോണത്. ഇതുപോലെ ഒരു സ്പോഞ്ച് എടുക്കുക. ഇത് കുട്ടികൾക്കായാലും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. നമ്മളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇതിനി ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചറാണ് ഇതിലിപ്പോൾ ഒട്ടിക്കാൻ പോണത്. ഇത് ആദ്യം ഈ ഒരു ഫ്ലവർ ഞാൻ ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ താഴെയായിട്ട് ഒരു ലെയർ ഉണ്ടാവും. ആ ലെയർ നമ്മൾ കളയണം. എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് 2 ലെയറായിട്ടായിരിക്കും ഇത്. ഈ ലെയർ നമ്മൾ എന്തായാലും എടുത്ത് കളയണം. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് പിക്ചേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിങ്ങനെ നമുക്കിതിന് മോഡ് പോഡ്ജ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഒരു കോട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക. ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കുക. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് ഭയങ്കര തിന്നായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ.
ഇത് ചുളിവ് വരാൻ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ ചുളിവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ സ്പോഞ്ച് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതെടുത്തിട്ട് ഇങ്ങനെ ഒപ്പി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീറ്റായിട്ടിരിക്കും. ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യരുത്, അപ്പോൾ അത് കീറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെറുതായി ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചുളിവുണ്ടാവില്ല. അതുപോലെ സൈഡുകളിലൊക്കെ വരുന്നതൊക്കെ തിരിച്ച് കട്ട് ചെയ്ത് കളയണ്ട, അങ്ങോട്ട് തന്നെ ഇതുപോലെ കവർ ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് കളയാൻ നിൽക്കുക. അപ്പോൾ ഇത് ഒരുവിധം ചുളിവൊക്കെ മാറി ഉണ്ട്. ഇപ്പോൾ ഇതൊരുവിധം ഒട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡെക്കോറേഷൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് ആണ് ഇതിൻ്റെ മേലെ ഒരു കോട്ട് അടിക്കുക എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡ് പോടിച്ച് ഇതിൻ്റെ മേലെ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് നമ്മുടെ ക്യാൻവാസിൽ പതിഞ്ഞു വരുള്ളൂ. ഞാൻ ഈ ചെയ്ത പോലെ തന്നെ നമുക്ക് നമ്മുടെ പിക്ചേഴ്സൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ ഫാമിലി പിക്ചേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പിക്ചേഴ്സൊക്കെ ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ നമുക്കൊരു വെൽക്കം ബോർഡ് പോലെ ഉണ്ടാക്കാം. വെൽക്കം എന്നൊക്കെ എഴുതിയിട്ട് നമ്മുടെ ഫാമിലി പിക്ചേഴ്സ് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഇതിൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ഇതുപോലെ ബട്ടർഫ്ലൈ ഞാൻ ഗൂഗിളിൽ നിന്ന് പ്രിൻ്റ് എടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് നമുക്കിതിൽ വേണമെങ്കിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഹാർട്ട് ഷേപ്പ് വേണമെങ്കിൽ ഹാർട്ട് ഷേപ്പുകൾ നമുക്കിതുപോലെ പ്രിൻ്റ് എടുക്കാം. നമ്മൾ സാധാ നോർമൽ പേപ്പറിൽ പിക്ചേഴ്സ് പ്രിൻ്റ് എടുത്തുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് ഇതുമ്പോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഞാനൊരു 3D ചിത്രം പോലെ ഒട്ടിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഒട്ടിക്കണുള്ളൂ. അപ്പോൾ ഒരു 3D ഒരു എഫക്റ്റ് കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. ഇപ്പോൾ പെയിൻറ്റ് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിൻ്റ് എടുത്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിയിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം. എന്തെങ്കിലും വെൽക്കം എന്നോ അല്ലെങ്കിൽ പേരോ, ഇപ്പോൾ ബർത്ത്ഡേ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഞാൻ ചെറിയൊരു പേപ്പറിൽ ഇങ്ങനെ സ്പ്രെഡ് ഹാപ്പിനെസ് എന്ന് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇത് സാധാരണ ഒരു പേന വെച്ചിട്ട് എഴുതിയതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 മെറ്റാലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വെറുതെ സ്കെച്ച് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു മെറ്റാലിക് ഗോൾഡ് ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബ്രൗണോ ബ്ലാക്കോ ഒക്കെ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ സ്കെച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്റ്റെൻസിലുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ ഡിസൈൻ ചെയ്യാം. അതുപോലെ ബ്ലോക്കുകൾ വാങ്ങിക്കാൻ കിട്ടും, ബ്ലോക്കുകളൊക്കെ വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ പിക്ചേഴ്സൊക്കെ നമുക്ക് പ്രിൻ്റ് എടുക്കാം. ഇപ്പോൾ ലെറ്റേഴ്സൊക്കെ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സുകളൊക്കെ നമുക്ക് ഇതുപോലെ
ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ സാധാരണ നോർമൽ പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് വെട്ടിയിട്ട് ഇതുമേലൊക്കെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒരു ഐഡിയയും ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ട് ബോർഡേഴ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ബോർഡറൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഡെക്കോപ്പേഷനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. പിന്നെ ഇതുപോലെയുള്ള പിക്ചേഴ്സൊക്കെ ചെയ്തിട്ട് എനിക്ക് ഫേസ്ബുക്കിൽ ക്രാഫ്റ്റ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. ആ പേജിലേക്ക് നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ച് തരാവുന്നതാണ്. അപ്പോൾ എൻ്റെ പേജിൽ ഞാൻ അത് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഞാൻ വളരെ സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ കാണിച്ചത്. അതായത് ബിഗിനേഴ്സിനാണ് ഞാനിത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.